ഇപ്പോൾ കൊട്ടാരക്കര നിന്ന് രാജ്കുമാർ ചേരുകയാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ അത്യന്തം ആവേശകരമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. LDFിൻ്റെ ഭരണസമിതിയാണ് അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കൊട്ടാരക്കര ഗണപതിയുടെ നാട്ടിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആവേശം? കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്, നമ്മുടെ തൊട്ടുപുറത്ത് ക്ഷേത്രക്കുളവുമുണ്ട്. ഇവിടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി വാർഡ് അത് ഇടതുപക്ഷം തുടരും എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ ഇടതുപക്ഷ മുന്നണി മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 6 തവണയായി കൊട്ടാരക്കരയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി കൂടിയാണ് നമ്മുടെ SR രമേശ്. അദ്ദേഹം ഇവിടെ ഈ ചെന്തറ വാർഡിൽ, അമ്പലം നിൽക്കുന്ന ചെന്തറ വാർഡിലാണ് മത്സരിക്കുന്നത്. ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് നല്ല വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വാർഡിലും കൊട്ടാരക്കര നഗരസഭയിലും മികച്ച ഭൂരിപക്ഷം നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പിൽ LDF തന്നെയാണ് ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയും അതുപോലെ കൊട്ടാരക്കരയുടെ MLAയും നമ്മുടെ ധനകാര്യമന്ത്രിയുമായ സഖാവ് KN ബാലഗോപാൽ മുൻകൈ എടുത്തുകൊണ്ട് കോടിക്കണക്കിനോട് വികസന പ്രവർത്തനങ്ങൾ, കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറ്റുവാൻ കഴിയുന്ന നിലയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട IT പാർക്ക്, തൊഴിൽ സംരംഭങ്ങൾ, ആളുകൾക്ക് തൊഴിൽ വയ്ക്കുവാൻ തൊഴിൽ സംരംഭങ്ങളും അതുപോലെ സാംസ്കാരിക നിലയങ്ങളും അടക്കം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കരയെ കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം, ഇപ്പോൾ ഈ ചെന്തറ വാർഡ്, ക്ഷേത്രം നിൽക്കുന്ന ചെന്തറ വാർഡിൽ ഇതിൻ്റെ പിൽഗ്രിം ഇതിനു വേണ്ടി എത്ര കോടിയാണ്? 5 കോടിയാണ്. 5 കോടി 20 ലക്ഷം രൂപയാണ് ചന്ദ്ര വാർഡിൽ ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ചന്ദ്ര വാർഡ് പോലെ ടൗൺ വാർഡിൻ്റെയും ഇടയ്ക്കാണ്. ഈ 2 വാർഡിൻ്റെ ഇടയ്ക്കുള്ള ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പിൽഗ്രിം സെൻറ്റർ സ്ഥാപിക്കുന്നതിനാവശ്യം 5 കോടി 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ വലിയ തോതിലുള്ള വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ ഷമി, ഒരു കാര്യം, നമ്മൾ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീ സന്ദീപ്, അഭിഭാഷകനാണ്. സന്ദീപ് ഇപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഉപേക്ഷിച്ചാണ് എത്തിയത്. വക്കീലെ, എന്തായിരുന്നു ആ ഒരു വരവ്? അതായത് അപ്പോൾ നമ്മുടെ 29-ാമത്തെ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിയാണ് ശ്രീ SR രമേശൻ. അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചതാണ്. പരസ്പരം മത്സരിച്ചതാണ്. ആ മത്സരിച്ച അടിസ്ഥാനത്തിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൽ മന്ത്രി കൊടുക്കുന്ന പിന്തുണയും സപ്പോർട്ടും, അതുപോലെ തന്നെ മന്ത്രി കൊട്ടാരക്കരയെ കൊണ്ടുവന്നിരിക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയെ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം കൊടുക്കുന്ന നേതൃത്വ പാഠവും, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് രമേശണ്ണൻ ചെയ്യുന്ന ഞങ്ങളോട്ടുള്ള യുവാക്കൾക്ക് തരുന്ന ഇപ്പോൾ IT പാർക്ക് അതുപോലുള്ള കുറേ പുതിയ സംരംഭങ്ങൾ കൊട്ടാരക്കരയെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ നിങ്ങൾ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. തീർച്ചയായും അതിനകത്ത് പൂർണ്ണമായും ഞങ്ങൾക്ക് തരുന്ന പിന്തുണ വെച്ചിട്ട് ഞങ്ങൾ തീർച്ചയായും അതിനോട് ചായ്വായിട്ട് നിൽക്കുവാനുള്ള തീരുമാനമാണ്. ഷമി, തീർച്ചയായിട്ടും രാജ്കുമാർ, ഒരു പോസ്റ്റർ പോലും അടിച്ചില്ലെങ്കിലും SR രമേശിനെ സംബന്ധിച്ച് കൊട്ടാരക്കരയിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു 10-50 വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഈ പറയുന്ന കാലഘട്ടത്തിൽ SR രമേശിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ കൃത്യമായി അറിയാൻ കഴിയുന്നുണ്ട്. അത് മാത്രവുമല്ല, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് ഈ പ്രാവശ്യം മന്ത്രി KN ബാലഗോപാൽ 5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ളൊരു സഹായം ഗണപതി ക്ഷേത്രത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ വികസനത്തിൻ്റെ ഒരു വലിയ ചരിത്രമാണിപ്പോൾ കൊട്ടാരക്കരയ്ക്ക് പറയുവാനുള്ളത്. എന്തായാലും അത് SR രമേശ് അടക്കമുള്ളവർക്ക് വലിയ ഗുണകരമാകും എന്നുള്ളതാണ്.